എന്ന് ഞാനാക്കി മാറ്റിയ ആ ഒരു ജേർണിയില്ലേ, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ഗേൾ ഇനി സ്റ്റേറ്റിലേക്ക് മാറണോ CBSE മാറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരിക. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും ഒരു ആസ്ട്രോനട്ട് ആവാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഒരു റിസർച്ചർ ആവാനാണ്, ഒരു സ്പേസ് റിസർച്ചർ ആവാനാണ് ആഗ്രഹം എന്ന് പറയും. അവരുടെ ഫോട്ടോ ഉണ്ടാവും നമ്മുടെ റേസിന്റെ ബുക്കിന്റെ ബാക്കിൽ. ഇപ്പം ഞാൻ അതൊക്കെ എടുത്ത് ഭാവിയിൽ എപ്പോഴെങ്കിലും ഞാൻ ഇവിടെ വരും, എപ്പോഴെങ്കിലും അല്ല, ഈ വർഷം നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ റാങ്ക് 1 അല്ലെങ്കിലും ഇവിടെ വരും എന്നുള്ള സംഭവം പറയാറുണ്ടായിരുന്നു. ഹലോ ഹായ് അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഈ ഒരു വീഡിയോ എൻ്റെ ഒരു സ്റ്റോറി ടൈം പോലെയാണ്, എൻ്റെ ഒരു ജേർണി. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 3 years ആയല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഈ സെപ്റ്റംബറിൽ 3 years ആവും. അപ്പം പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 8, 9 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ഞാൻ എങ്ങനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3rd year MBBS സ്റ്റുഡൻ്റ് ആയിട്ട് ഇപ്പോൾ പഠിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് എൻ്റെ ജേർണി ഒന്ന് ഷെയർ ചെയ്യുമെന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ശരിക്കും ഒരു സ്റ്റോറി ടൈം ആയിരിക്കും. ഞാൻ കുറേ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം ലോങ് വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് മൈ ചാനൽ, ബാക്കിയുള്ള വീഡിയോസൊക്കെ പോയി ചെക്കൗട്ട് ചെയ്യുക. നീറ്റ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ ടിപ്സുകൾ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ വാട്സപ്പ് ചാനലിലും ടെലിഗ്രാം ചാനലിലും ലിങ്കൊക്കെ ഞാൻ അടിയിൽ കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഒരു ഷോർട്ട് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. നീറ്റ് 2025 ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് സമയമുള്ള നിങ്ങൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാൻ, നല്ല മാർക്ക് വാങ്ങാൻ, നിങ്ങൾ വിചാരിച്ചൊരു മെഡിക്കൽ കോളേജിൽ കയറാം കേട്ടോ. ഈ 2026 പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ജേർണിയിൽ നമ്മുടെ കൂടെ നിൽക്കുക. മീൻസ് എൻ്റെ മെന്റേഴ്സിന്റെ കൂടെ, എൻ്റെ മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ കൂടെ ഒക്കെ നിൽക്കുക. അതിന്റെ കൂടെ കൂടിയിട്ട് നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാം കേട്ടോ. അപ്പം അതിന്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ അടിയിൽ കമന്റ് ബോക്സിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ടാവും. ഈ ഒരു വീഡിയോയിൽ സ്പെസിഫിക് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എൻ്റെ ഒരു ജേർണി ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. എന്നെ ഞാനാക്കി മാറ്റിയ ആ ഒരു ജേർണിയില്ലേ. ഇപ്പോൾ ഒരു 3rd year MBBS സ്റ്റുഡൻ്റ് ആണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ നമ്മൾ സ്വപ്നം കാണുന്നൊരു പെൺകുട്ടി എന്നൊക്കെ പറയൂലേ, പണ്ട് കുറേ കാലം ഇരുന്ന് സ്വപ്നം കാണുന്ന എല്ലാ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു മുന്നിലേക്ക് വരണം, അല്ലെങ്കിൽ എനിക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ഗേൾ. അതായിരുന്നു ശരിക്കും എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ല എനിക്ക് ഹാപ്പിനെസ് തരുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വീഡിയോ ശരിക്കും ആ ഒരു ജേർണീനായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. LKG UKG ഞാൻ പഠിച്ചിരുന്നത് അല്ലൈനിലായിരുന്നു, ഗൾഫിൽ അല്ലൈനിലായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ് 1st സ്റ്റാൻഡേർഡിലേക്കാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, ഒരു NRI കുട്ടി എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നുണ്ടാവുക. ഗൾഫിൽ നിന്നൊക്കെ വന്ന് 1st സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടി എന്നാണ്. ഞാൻ പഠിച്ചത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള അലിസ്ലാഹ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളായിരുന്നു. CBSE സ്കൂളാണ്. അവിടെ നിന്ന് കുറേ നല്ല ഫ്രണ്ട്സ് കിട്ടി. അവിടുന്ന് മുതൽ ആ 1st സ്റ്റാൻഡേർഡ് മുതൽ എനിക്ക് കിട്ടിയ ഫ്രണ്ടാണ് നൗബ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളൊരു ഫ്രണ്ടാണ്. എൻ്റെ പോസ്റ്റിലും സ്റ്റോറീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രയും വർഷം ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പം ആ ഫ്രണ്ടാണ്, ഓളെന്നാണ് ഇപ്പം ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗബ. അപ്പം അങ്ങനെ 1st സ്റ്റാൻഡേർഡിൽ ഇവിടെ ജോയിൻ ചെയ്തു. 7th സ്റ്റാൻഡേർഡ് വരെ ആ സ്കൂളിൽ തന്നെ എന്തിനും ഇടയ്ക്ക് കലാത്തിലൊക്കെ ആവാറുണ്ട്. കുറച്ച് വരയ്ക്കാനുള്ള കഴിവൊക്കെ ഉള്ളത് കൊണ്ട് കലാത്തിലൊക്കെ ആവും. പിന്നെ നാടോടി നൃത്തം കളിക്കാൻ അറിയില്ലെങ്കിലും നമ്മൾ പങ്കെടുക്കണമല്ലോ. എൻ്റെ കസിനാണ് എനിക്ക് നാടോടി നൃത്തമൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ പോയിട്ട് കളിക്കും. അതിനൊക്കെ 3rd പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അതിലൊക്കെ ഫസ്റ്റ് അടിക്കൽ നൗബ കേട്ടോ. ആ നൗബയാണ്. നമുക്ക് പാട്ട് പാടാൻ നല്ല കഴിവുണ്ട്. അപ്പം അങ്ങനെ 1st സ്റ്റാൻഡേർഡ് to 4th സ്റ്റാൻഡേർഡ് ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത്. 4th സ്റ്റാൻഡേർഡിൻ്റെ പകുതി മുതൽ ഞാൻ വേറെ സ്കൂളിലേക്ക്, എൻ്റെ ഉമ്മ BEd എടുക്കാൻ വേണ്ടി പോയി. അപ്പം ഉമ്മൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു CBSE സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അവിടെ 4th സ്റ്റാൻഡേർഡ് മാത്രമേ ഉള്ളൂ, വരേ ഉള്ളൂ. 4th സ്റ്റാൻഡേർഡ് അവിടെ പഠിച്ചു. CBSE സ്കൂളാണ്, കുഴപ്പമില്ല, കുറച്ച് കുട്ടികളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് 5th സ്റ്റാൻഡേർഡിന് ഞാൻ വാദി റഹ്മാൻ എന്ന് പറഞ്ഞ സ്കൂളിലേക്ക് മാറി. അത് എൻ്റെ നാട്ടിൽ തന്നെയാണ്, വാദി റഹ്മാൻ പറഞ്ഞ സ്കൂൾ. അവിടെ പോയി ജോയിൻ ചെയ്ത സമയത്ത് അതൊരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ ജോയിൻ ചെയ്തു. അവിടെ മുതലാണ് ശരിക്കും എൻ്റെ ഒരു കഴിവുകൾ ഞാൻ പുറത്തെടുക്കാൻ തോന്നിയത്. ഞാൻ എല്ലാത്തിനും പോയി കൂടും. ഫസ്റ്റ് ടൈം ഞാൻ എലക്യൂഷൻ, മീൻസ് നമ്മൾ സ്പീച്ച് പറയില്ല, എലക്യൂഷന് കൂടുന്നത് ആ സ്കൂളിൽ നിന്നാണ്. എനിക്ക് ഫസ്റ്റ് അടിച്ചു. 5th സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 7th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റുഡൻസിനോട് കോമ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ CBSE കലോത്സവം അല്ലേ, സഹോദയക്ക് പോവും. പിന്നെ വിദ്യാ കൗൺസിലിൻ്റെ കലോത്സവം ഉണ്ടാവും, അതിന് പോവും. ഇംഗ്ലീഷ് റെസിറ്റേഷന് പോയി. പിന്നെ കാർട്ടൂണിങ് പോകും. കാർട്ടൂണിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, പക്ഷെ അതിനും പ്രൈസ് അടിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസിലായിരുന്നു ഞാൻ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നത്. ഒരു 7th സ്റ്റാൻഡേർഡ് എത്തുന്ന സമയത്ത് ഡ്രാമയിലൊക്കെ ഇറങ്ങി, തിയേറ്റർ ഇവൻറ്റ്സിലേക്ക് ഇറങ്ങി. അവിടെ ഡ്രാമ, മോണോ ആക്ട്, അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഡ്രാമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ഡ്രാമയിൽ കൂടും. സ്ക്രിപ്റ്റ് എന്ന രീതിയിൽ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനത്തെ ഐറ്റംസിലൊക്കെ കൂടി. 7th സ്റ്റാൻഡേർഡിലെത്തിയ സമയത്താണ് ഇനി സ്റ്റേറ്റിലേക്ക് മാറണോ CBSE മാറണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരിക. ടു ബി ഓണസ്റ്റ്, ഞാൻ ശരിക്കും സ്റ്റേറ്റ് സിലബസിലേക്ക് 7th സ്റ്റാൻഡേർഡിൽ നിന്ന് 8th സ്റ്റാൻഡേർഡിലേക്ക് മാറാൻ കാരണം
ഞങ്ങൾ ഇവിടെ നാട്ടിലുള്ള സ്കൂളിൽ +1 +2 അഡ്മിഷൻ കിട്ടണമെങ്കിൽ ആ സ്കൂളിലുള്ള കുട്ടികൾക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ +1 +2 CBSE പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ 7th സ്റ്റാൻഡേർഡിന് 8th സ്റ്റാൻഡേർഡിലേക്ക് സ്റ്റേറ്റിലേക്ക് മാറി. 8ാം ക്ലാസ് സ്റ്റേറ്റിൽ പഠിക്കാന്നുള്ള രീതിയിലായി. അങ്ങനെ അത്രയും കാലം നമ്മളൊരു ഇംഗ്ലീഷ് സ്കൂളിൽ ഇംഗ്ലീഷ് മാത്രം പറഞ്ഞു നടന്നൊരു സ്റ്റുഡൻറ്റ് പെട്ടെന്ന് ഒരു ഗവൺമെൻറ് സ്കൂളിലേക്ക് പോവാണ്. എക്സൈറ്റ്മെൻ്റ് ആണ്, ഉറപ്പാണ്. പക്ഷേ അവിടുത്തെ സമയത്ത് എനിക്ക് ശരിക്കും നഷ്ടപ്പെടുന്നത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഞാനത് പറയാതെ എൻ്റെ തന്നെ തെറ്റായിട്ട് ഞാൻ പറയാം. എനിക്കത് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ കുറച്ച് നഷ്ടപ്പെട്ടു. കാരണം അത്രയും കാലം റെക്യൂഷനും രജിസ്ട്രേഷനൊക്കെ പോയി നടന്ന ആളായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഇംഗ്ലീഷ് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഞാനിപ്പോൾ സംസാരിക്കുന്നതിനേക്കാളും ഫ്ലുവൻ്റ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഒരു 5th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഫ്ലുവൻ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും എനിക്ക് ആ ഇംഗ്ലീഷ് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞു 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ സ്റ്റേറ്റ് സ്കൂളിൽ എത്തുന്ന സമയത്ത് കുറച്ചും കൂടെ ഫ്രീ ആണ് അല്ലേ. കുറേ ബ്രേക്ക് ഉണ്ടാവും, പിന്നെ കുറേ ക്ലാസ്സുകൾ കട്ടുണ്ടാവും. അല്ല നമ്മൾ CBSE സ്കൂളിൽ പഠിക്കുന്ന പോലെ അല്ല. പിന്നെ അവിടുത്തെ ആർട്സ് ആയിക്കഴിഞ്ഞാലും കലോത്സവങ്ങളായിക്കഴിഞ്ഞാലും ജില്ലാ കലോത്സവങ്ങളായിക്കഴിഞ്ഞാലും അവിടെ ഞാൻ പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ടായിരുന്നു. അവിടെ ഞാൻ കുറേ എലക്യൂഷന് പോയിട്ടുണ്ട്. എലക്യൂഷനൊക്കെ എനിക്ക് റെസിറ്റേഷന് പോയിട്ടുണ്ട്. പിന്നെ ഇതിലെ സ്റ്റോറി റൈറ്റിംഗ് ഇംഗ്ലീഷ്, അറബിക് ഡ്രാമാസ്, ഇംഗ്ലീഷ് ഡ്രാമാസ്, സയൻസ് ഡ്രാമ, ഇങ്ങനെ ഡ്രാമ ഇവൻറ്റ്സിനൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി പറഞ്ഞത് സ്റ്റേജ് ഫിയർ ഇല്ലാത്തൊരു കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സമയത്തൊക്കെ കൂടുതലായിട്ട് ഞാൻ ആർട്സിലേക്കാണ്, സ്പോർട്സ് എനിക്ക് പറ്റില്ല കേട്ടോ, ആർട്സിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണല്ലോ ശരിക്കും നമ്മളൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു കരിയർ എന്ന നിലയ്ക്ക് എന്താവണം എന്നുള്ളൊരു സംഭവം വരിക. ആ ടൈമിൽ എല്ലാവരും ചോദിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിലൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാം +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് ചെയ്തും. എൻട്രൻസിന് കിട്ടിക്കഴിഞ്ഞാൽ MBBSന് പോകും, കിട്ടിയില്ലെങ്കിൽ വല്ല ഡിഗ്രിക്കും പോകും. അത്രക്കും സീരിയസ് അല്ലാതെ അത്രക്കും ഇപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് നിങ്ങളും അതാ വിചാരിക്കുന്നുണ്ടാവുക അല്ലേ. കിട്ടിയാൽ പോവും, എഴുതി നോക്കും, കിട്ടിയാൽ ഞാൻ പോകും, ഇല്ലെങ്കിൽ ഞാൻ പോകില്ല. പക്ഷെ മക്കളെ അങ്ങനെ അല്ല എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ +2 എത്തിയ സമയത്താണ്. അപ്പം നമ്മൾ അത്രയും ഒരു എൻട്രൻസ് എന്നുള്ള രീതിയിൽ ഏത് പഠിക്കുന്ന കുട്ടിക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അന്നൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ സ്കൂളിൽ ഒരു ISRO എന്നുള്ള ഒരു റിസർച്ചർ വന്നു. ആ സമയത്ത് എൻ്റെ ആംബിഷൻ അങ്ങ് മാറി, എൻ്റെ പ്രൊഫഷൻ ഞാൻ തന്നെ അങ്ങ് മാറ്റി. അപ്പോൾ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഒരു ആസ്ട്രോനട്ട് ആവാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഒരു റിസർച്ചർ ആവാനാണ്, ഒരു സ്പേസ് റിസർച്ചർ ആവാനാണ് ആഗ്രഹം എന്ന് പറയും. ഇപ്പോഴും എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. എൻ്റെ ഹോസ്റ്റലത്തെ റൂമിൽ ഞാൻ ബാക്കിൽ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെയാണ് പോസ്റ്റേഴ്സായി ഒട്ടിച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ എനിക്ക് ആ സ്പേസിനോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. പക്ഷെ അതാവണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പം എനിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് കംപ്ലീറ്റ്ലി സ്പേസ് അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ള റിസർച്ചേഴ്സ്, ആസ്ട്രോണറ്റ്സ് ഒക്കെ പോകുന്ന പോലെ ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ മൂഡ് ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം എന്താ പറയുക, നമ്മളൊരു 10th സ്റ്റാൻഡേർഡൊക്കെ എത്തിയ സമയത്ത് ശരിക്കും ഒരു റിസർച്ചർ ആവണം, സയൻറ്റിസ്റ്റ് ആവണം, അങ്ങനത്തെ രീതിയിൽ. കാരണം ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ എല്ലാവരും ഡോക്ടർ ആവണം എന്ന് പറയും. നമ്മളിപ്പോൾ ഡോക്ടർ ആവാൻ ആർക്കൊക്കെ ആഗ്രഹം പറഞ്ഞാൽ കുറേ പേര് കൈബന്ധിച്ചിട്ട് പറയും ഡോക്ടർ ആവാനാണ് ആഗ്രഹം. അപ്പം എല്ലാവരും ഡോക്ടർ ആവുന്ന സമയത്ത് ഒരു വെറൈറ്റി എന്തെങ്കിലും പിടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റിസർച്ചർ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കഴിഞ്ഞു 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. 10th സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാട്ടോ ഫുൾ A+ ആയിരുന്നു. അപ്പോൾ അത് ഫുൾ A+ ആയിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഫുൾ A+ ഒക്കെ വാങ്ങാൻ കുറച്ച് ഈസി ആയിരുന്നു. ഒരു ലേബറിൻ്റെ കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഫുൾ A+ കിട്ടുന്ന രീതിയിലാണ് ശരിക്കും സ്റ്റേറ്റിൻ്റെ ഇതൊക്കെ ഉള്ള എക്സാമൊക്കെ ഉള്ളത്. അതിനുള്ളത് പോലെ തന്നെ പറയാനുള്ളത് അങ്ങനെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഫുൾ A+ ഒക്കെ വാങ്ങി +1ൻ്റെ ആ ഒരു 10th കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ ഉണ്ടാവില്ലേ, ഈ സമയത്താണ് ശരിക്കും എൻ്റെ ലൈഫ് തിരിയുന്നത്. നമ്മൾ പറയില്ലേ ടേണിംഗ് പോയിന്റ്, തിരിയുന്നത് അവിടെ നിന്നാണ്. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടുള്ള ആ വെക്കേഷനിൽ വെറുതെ ഇരിക്കുക, ഏപ്രിലിൽ വെറുതെ ഇരിക്കുകയാണ്. ആ സമയത്തൊന്നും ഒരു എൻട്രൻസിന് പോകണം അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിൽ ചേരണം എന്നുള്ളൊരു ചിന്തയെ മനസ്സിൽ വന്നിട്ടില്ല. അങ്ങനെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിന് ഇങ്ങനെ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ട് ഇൻറ്റഗ്രേറ്റഡിൽ പഠിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം ഏപ്രിൽ കഴിഞ്ഞിട്ടോ മെയ് സ്റ്റാർട്ടിങ്ങിലാണ് എന്നോട് ചോദിക്കുന്നത് നീ എൻട്രൻസിന് പോകുന്നു ചോദിച്ചു, ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിൽ പോകുന്നു. അപ്പം ഞാൻ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളോ, എന്ത് സ്കൂള്, അതെനിക്ക് എന്താന്ന് പോലും അറിയില്ല, ഇൻറ്റഗ്രേറ്റഡ് സ്കൂളോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഇപ്പം നാട്ടിലുള്ളത്, ഇപ്പം എൻ്റെ നാട്ടിലുള്ള റേസ് പബ്ലിക് സ്കൂളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ റിജുവൻ PSK എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിൽ എൻ്റെ കസിൻ പഠിക്കുന്നു, അവിടെ പോയിട്ട് നമുക്ക് എൻക്വയറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഉപ്പയും കൂടെ പെട്ടെന്ന് പോവണോ വേണ്ടേ, അവിടെ ക്ലാസ് ഓൾറെഡി തുടങ്ങിയതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ എന്ത് ചെയ്തു, തൃശ്ശൂർ പോയി. അവിടെ പോയിട്ട് എൻക്വയറി ചെയ്യാൻ പോയതാണ്. പോയ സമയത്ത് നമ്മളവിടെ പോയ സമയത്ത് എനിക്ക് CBSE സ്കൂളാണ്. നിങ്ങൾ ആലോചിക്കണം 7th വരെ CBSE, 8, 9 സ്റ്റേറ്റ് ആയിരുന്നു. +1, +2 ആണ് പിന്നെ വീണ്ടും CBSEയിലേക്കാണ് മാറുന്നത്. അവിടെ പോയ സമയത്ത് ഞാനിങ്ങനെ ആ ബ്രോഷറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. CBSE സ്കൂള്, പുതിയ യൂണിഫോം,
പുതിയൊരു എൻവയൺമെന്റ്, ഹോസ്റ്റലിൽ നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ അത്രയും കാലം കണ്ട് സീരീസിലൊക്കെ ഉള്ള പോലെ സൂപ്പർ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ അഡ്മിഷൻ എടുത്തു. പോയ അന്ന് തന്നെ അഡ്മിഷൻ എടുത്തു, അധികം ആലോചിക്കാനൊന്നും നിന്നില്ല. അഡ്മിഷൻ എടുത്തു, അങ്ങനെ തിരിച്ചു വന്നു, എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് പിറ്റേന്ന് തന്നെ ഹോസ്റ്റലിൽ പോയി. അവിടെ മുതൽ ലൈക്ക് എൻ്റെ ലൈഫ് മാറിയെന്നൊന്നുമല്ല, പക്ഷെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും കാലം ഞാൻ ഇതുവരെ അനുഭവിക്കാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ആ സ്കൂളിലെത്തിയ സമയത്ത്, സ്കൂളല്ല, ഫസ്റ്റ് നമുക്ക് ഏപ്രിൽ ക്ലാസ് തുടങ്ങിയാണ് അവിടെ ഓൾറെഡി. ഞാൻ മെയിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഞാൻ 1 month ലാഗാണ് അവിടെ. അപ്പം തന്നെ പ്രശ്നമാണല്ലോ. ഫസ്റ്റ് ഡേ ഞാൻ പോയിട്ടിരിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സിൻ്റെ ക്ലാസ്സാണ്. എന്നാലോചിച്ച് നോക്കിയാൽ 10th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും വേണമെങ്കിൽ ട്രിഗ്നോമെട്രിയും പഠിച്ചു പോകുന്നൊരു കുട്ടി പെട്ടെന്ന് പോയിരിക്കുന്നത് വെക്ടേഴ്സിൻ്റെ ക്ലാസ്സിൽ. കാരണം അവിടെ ഓൾറെഡി യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റും സ്ട്രെയിറ്റ് ലൈനൊക്കെ ക്ലാസ് കഴിഞ്ഞു. 3ാമത്തെ ചാപ്റ്ററിലെ മോഷനിൻ്റെ പ്ലെയിൻ, അവിടെയാണ് ഞാൻ പോയിരിക്കുന്നത്. ഞാൻ അങ്ങ് പോയിരുന്നിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. സാർ എന്തൊക്കെ വെക്ടേഴ്സ് എഡിഷൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ, മൾട്ടിപ്ലിക്കേഷൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അവിടെ നോക്കിയിരുന്നിട്ട് എന്താണെന്നൊന്നും മനസ്സിലായി. എൻ്റെ കൂടെ ആണെങ്കിൽ ആ സമയത്ത് ജോയിൻ ചെയ്ത ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഞങ്ങൾ രണ്ടാളിങ്ങനെ ഇരിക്കുക, കണ്ണിന്നൊക്കെ വെള്ളം വരും. അപ്പോൾ എന്നോട് ആരോ ചോദിച്ചു എന്താ പറ്റിയെന്ന് വെച്ചാൽ, സാർ എന്താ പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് വെള്ളം പറ്റുന്നില്ല, ഹോസ്റ്റലത്തെ വെള്ളം പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കിങ്ങനെ എന്തോ ആയിട്ട് ഞാൻ വെക്ടേഴ്സിൻ്റെ ക്ലാസ്സിൽ തലേന്ന് വരെ ഹോസ്റ്റലിൽ പ്രശ്നമില്ല. ഉമ്മ വന്ന് ഹോസ്റ്റലിലാക്കി വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് പോലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അവിടെ എത്തി ക്ലാസ് ആയിട്ട് കണ്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിൽ അങ്ങ് പോയി പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ലൈക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, കുറേ പൈസ ഇവിടെ കൊടുക്കുകയും ചെയ്തു, അഡ്മിഷൻ എടുത്തു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത്രയും കാലം നമ്മൾ ക്ലാസ് ടോപ്പർ എന്നുള്ളൊരു സാധനത്തിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ പോയപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ സംഭവിക്കുന്നോടി മനസ്സിലാവുന്നില്ല രീതിയിലായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. ഞാൻ അവിടെ നിസ്കരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരും. അപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പുറത്തെ റൂമിൽ, ഫാത്തി എന്ന് പറഞ്ഞില്ല, ഫാത്തി എൻ്റെ അടുത്ത് വന്ന് ഞാൻ നിസ്കരിക്കുന്നൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഫാത്തി വന്ന് പറഞ്ഞ് എടാ വാ നമുക്ക് മറ്റേ റൂമിൽ പോവാം, അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആ റൂമിൽ ഒരു ബെഡ് ബാക്കി ഉണ്ടായിരുന്നു. മീൻസ് എൻ്റെ അടുത്ത ഞാൻ നിന്ന റൂമിൽ അടുത്ത റൂമിൽ ഒരു ബെഡ് ബാക്കി ഉണ്ടായിരുന്നു. നമ്മൾ 14 ആൾക്കാർ 14 ആൾക്കാർ ഇരുന്നുണ്ടായിരുന്നു. അവിടേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെത്തി ആ റൂമിലെത്തി തന്നെയാണ് ഏകദേശം ഒന്ന് സെറ്റ് ആയത്. അവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കര ഷെയർ ചെയ്യാനും സംസാരിക്കാനൊക്കെ ഭയങ്കര വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി. എന്നിട്ട് കുറച്ചൊന്ന് റെഡി ആവാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ശരിക്കും ഇപ്പോൾ ആലോചിക്കുന്ന സമയത്തും ഞാൻ രാവിലെ ക്ലാസ്സിൽ പോകാൻ നേരത്തെ രാവിലെ നമുക്ക് എനിക്ക് തോന്നുന്നു 6 മണി 5:30 ആ സമയത്തൊക്കെ എണീക്കണം തോന്നുന്നു. രാവിലെ തന്നെ ബെല്ലടിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും ആ ഹോസ്റ്റലിൻ്റെ. ആ പ്രാർത്ഥന എനിക്ക് ഇപ്പോഴും കേൾക്കുമ്പോൾ ട്രോമയായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് രാവിലെ ഷവറിലൊക്കെ നിൽക്കുന്ന സമയത്ത് കണ്ണെന്നിങ്ങനെ വെള്ളം വന്നിട്ടുണ്ടല്ലോ, കരയായിരുന്നു ശരിക്കും. എനിക്ക് നിർത്തി പോയാൽ മതി എന്നുള്ളൊരു ഫീൽ. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി. +1 ഞാൻ സാധാ സ്കൂളിൽ പഠിച്ചോളാം, എന്നിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തോളാം എന്നുള്ള രീതിയിലായിരുന്നു ശരിക്കും ഞാൻ അന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അത്രക്കും ഇപ്പം നിങ്ങൾ ഓരോരുത്തർ എക്സ്പീരിയൻസ് പറയുന്നത്, ഫസ്റ്റ് ടൈം ഹോസ്റ്റലിൽ പോകുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയുന്നത്. ശരിക്കും എൻ്റെ ഫസ്റ്റ് ടൈം ഹോസ്റ്റൽ എക്സ്പീരിയൻസ് അതായിരുന്നു. പക്ഷെ അന്ന് മുതൽ ഞാൻ ഹോസ്റ്റലിലാണ്. +1 മുതൽ പിന്നെ ഞാൻ ഹോസ്റ്റലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടില്ല കേട്ടോ, അവിടെ നിന്നു. അപ്പോൾ ആ സമയത്ത് വെക്കേഷൻ. അപ്പം ഞാൻ ഓൾറെഡി 1 month കഴിഞ്ഞ് ജോയിൻ ചെയ്തുകൊണ്ട് എനിക്ക് അവിടെ ഒരു റെമഡിയൽ ക്ലാസ്സസ് ഉണ്ട്. മീൻസ് ബാക്കിയുള്ളവർക്ക് എനിക്ക് കിട്ടാത്ത ക്ലാസ്സൊക്കെ റെമഡി ആയിട്ട് എടുത്തുതരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ തന്നെ നിന്നു. ബാക്കിയുള്ള എല്ലാവരും നാട്ടിലേക്ക് വന്നു. കുറച്ച് ദിവസമൊക്കെ ക്ലാസ്സിൽ പോയി. ഭയങ്കര ഹോസ്റ്റലൊന്നും ഒരു മനുഷ്യനില്ല, കുറേ കുട്ടികൾ ഹോസ്റ്റലാണ്, അവിടെ ഒരു കുട്ടി പോലും ഇല്ല. അപ്പോൾ ഭയങ്കര ഒരു ഒറ്റപ്പെട്ട ഫീലൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും. നമുക്ക് ആരെയും അറിയില്ല എന്നൊക്കെ രീതിയിൽ. കുറച്ച് ദിവസം കഴിഞ്ഞേരാണ് നിപ്പ വന്നു. ഇപ്പോൾ കോഴിക്കോട് നിപ്പ വന്ന സമയത്ത് എന്ത് ചെയ്തു, ഫുൾ അടച്ചിടണം എന്ന് പറഞ്ഞു. എല്ലാവർക്കും വെക്കേഷൻ കൊടുത്തു. പോയ കുട്ടികൾക്കൊന്നും തിരിച്ചു വരാൻ പറ്റാതെയായി. അങ്ങനെ ഞങ്ങളെയും കൂടി വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റുഡൻസിനോടും വീട്ടിലേക്ക് പറഞ്ഞയച്ച സമയത്ത് പിന്നെ കുറച്ചാൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. നിപ്പയല്ലേ, ക്ലാസ് ഇല്ല, ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം വീട്ടിൽ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ പോലും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ജൂൺ പകുതിയൊക്കെ ആയ സമയത്താണ് പിന്നെ സ്കൂളൊക്കെ തുടങ്ങുന്നത്, പുതിയ യൂണിഫോം ഒക്കെ ഇട്ടിട്ട്. അങ്ങനെ സ്കൂളിലേക്ക് തുടങ്ങിയ സമയത്തും എനിക്ക് തീരെ പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായി. അതിനുള്ള സത്യമുള്ള പോലെ പറയാലോ, എനിക്ക് ആ ഒരു സിസ്റ്റം തീരെ പറ്റുന്നുണ്ടായില്ല. ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത്രയും കാലം ആർട്സിൽ എല്ലാത്തിനും ഇൻവോൾവ് ആയി നടന്ന് എല്ലാത്തിനും മുന്നിൽ നിന്ന് ലീഡർ ആവാന്നുള്ള രീതിയിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് ആ ഒരു എൻവയൺമെൻറ്റ് പോകുമ്പോൾ വെറും പഠിത്തം, വേറൊരു ആർട്സ് ഫെസ്റ്റും ഇല്ലാന്ന് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമമായി. കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് ദിവസം ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ട്രാക്കിലൊക്കെ കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോകും. ആദ്യമൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് ഒരു 400 റേഞ്ചിലൊക്കെ ആയിരുന്നു മാർക്ക് വന്നത്. അതിൻ്റെ മുകളിലൊന്നും മാർക്ക് കയറിയിട്ടില്ല. 500 ഞാൻ ഇതുവരെ എൻ്റെ +1 +2 ലൈഫിൽ ഇൻറ്റഗ്രേറ്ററിൽ കടന്നിട്ടില്ല.
400 റേഞ്ചിലെ മാർക്ക് വന്നിട്ടില്ല. എത്ര പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര വരുള്ളൂ. കാരണം എനിക്ക് ആ ടാക്ടിക്സ് അറിയില്ല, എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം, എത്ര ടൈം ഇട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ സ്പെൻഡ് ചെയ്യണം എന്നൊന്നും ടാക്ടിക്സ് ഒന്നും അറിയില്ല. അങ്ങനെ +1 ഇങ്ങനെ പോയി. +1 ബോർഡ് എക്സാം ഇല്ലാത്തതുകൊണ്ട് ഒന്നും പഠിക്കൊന്നും വേണ്ടല്ലോ, അത് ഇങ്ങനെ പോയി. +2 ആയ സമയത്ത് ബോർഡ് എക്സാം ഉണ്ട്, അപ്പം അതിന് വേണ്ടി പഠിക്കണം. ഈവൻ ബോർഡ് എക്സാമിൻ്റെ മോഡൽ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് തീരെ പറ്റുന്നുണ്ടായില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് ഉപ്പനെ വെച്ച് ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വന്നു. ഞാൻ മോഡൽ എക്സാം പോലും എഴുതിയിട്ടില്ല. ഇത് ബോർഡ് എക്സാമിന് മോഡൽ എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഈ റിജുവൻ PSK എന്ന് പറഞ്ഞാൽ അവർ കോച്ചിങ് സെൻറ്റർ നല്ല വേറെ കോച്ചിങ് സെൻറ്റർ ഉണ്ട്. പക്ഷേ ഇവർ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളായിട്ട് എടുത്തത് കൈലാസനാഥ വിദ്യാനികേതൻ എന്ന് പറഞ്ഞ സ്കൂളാണ്. സ്കൂളിൽ നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഭയങ്കര കോട പോലെ ഇറങ്ങിയൊക്കെ വരും രാവിലെ ആവുന്ന സമയത്ത്. ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ. പക്ഷെ നമുക്ക് ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രം അവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്കൂളായിരുന്നു. തിരിച്ച് ബോർഡ് എക്സാം ആവുന്ന സമയത്ത് പോയി കഷ്ടപ്പെട്ട് 2 ദിവസം ഞാൻ പഠിച്ചു. ഓരോ എക്സാമിൻ്റെ തലേന്നും അതിൻ്റെ തലേന്നും ഞാൻ ഇരുന്ന് പഠിച്ചു. അങ്ങനെയാണ് എനിക്ക് ശരിക്കും ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടിയത്. 96.4% ആയിരുന്നു CBSE സയൻസ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. മാത്സ് എടുത്തിട്ടില്ല, ബയോ മലയാളമാണ്. അതിൻ്റെ ഇടയ്ക്കൊരു ട്വിസ്റ്റ് വന്നതെന്താ വെച്ചാൽ ഫസ്റ്റ് +1 പഠിക്കുമ്പോൾ നിപ്പ വന്നു. +2 പഠിക്കുന്ന സമയത്ത് കൊറോണ വന്നു. കൊറോണ വന്ന സമയത്ത് എന്താ സംഭവിച്ചത് വെച്ചാൽ നമ്മുടെ ഒരു മലയാളം എക്സാം ക്യാൻസൽ ചെയ്തു. സയൻസിൻ്റെ മാർക്ക് എടുത്തിട്ട് മലയാളത്തിന് ഇട്ടു. അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി പെർസെൻറ്റേജ് കൂടുതലുണ്ടാവുമായിരുന്നു. തലേന്ന് 2 ദിവസം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഓസ്വാൾ ബുക്ക് എന്ന് പറഞ്ഞ ബുക്കില്ല, അതിൽ കറക്റ്റ് ഇങ്ങനെ ബോർഡ് എക്സാമിന് ഓരോ ക്വസ്റ്റ്യൻസ് ഇടാം. കുത്തിന് വർക്കൗട്ട് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യനും ആൻസറും പഠിച്ചിട്ടാണ് എനിക്ക് +2 മാർക്ക് കിട്ടിയത്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു. അങ്ങനെ എനിക്ക് ഇരുന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് തീരുന്നവരെ എണീക്കൂല. നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ അത് തീരുന്നവരെ ഞാൻ എണീക്കൂല. അങ്ങനെ ആ എക്സാം കഴിഞ്ഞു. ബോർഡ് എക്സാമിന് കഴിഞ്ഞു. ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും വീട്ടിലേക്ക് വന്നു. മലയാളം എക്സാം മാറ്റി വെച്ചു കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് കൊറോണ ആയതുകൊണ്ട് ഫുൾ എക്സാംസ് ഓൺലൈൻ ആക്കി. ശരിക്കും ആ ഒരു മാസം കൂടി എനിക്ക് പഠിക്കാൻ കിട്ടിയെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നീറ്റിന് സ്കോർ കിട്ടുമെന്ന് തോന്നി. ആ സമയത്താണ് നമ്മൾ ശരിക്കും പഠിക്കുക. പക്ഷെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നിന്ന് കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഓൺലൈൻ എക്സാം ആയിരുന്നു, അപ്പോൾ പഠിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ സ്കോറാണ് 454. ഞാൻ പഠിക്കാതെ എനിക്ക് കിട്ടിയ സ്കോറാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ അത്ര പഠിച്ചിട്ടില്ല. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ 454 മാർക്ക് കിട്ടിയ സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, ഇനിയിപ്പോൾ അടുത്ത എവിടെയെങ്കിലും ജോയിൻ ചെയ്യണമല്ലോ, എൻട്രൻസിന് വേണ്ടി എവിടെയെങ്കിലും ജോയിൻ ചെയ്യണം, പഠിക്കാൻ വേണ്ടി ചെയ്യണം. ബ്രില്യൻ പാലയാണ് പിന്നെ എല്ലാവരും പോകുന്ന സ്ഥലം. അപ്പോൾ ഈ റിജുവൻ PSK പഠിച്ച കൂടുതൽ കുട്ടികളും പാലയിൽ പോയി കഴിഞ്ഞാൽ നല്ല റാങ്ക് കിട്ടാറുണ്ട്. അത് കാരണം പാലയിൽ പോകുമ്പോഴാണ് അവർ പഠിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആദ്യം റിജുവൻ PSK വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എത്ര സ്കോളർഷിപ്പ് എനിക്ക് തരും 454 മാർക്കുള്ള. അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു 25% സ്കോളർഷിപ്പ് തരാൻ പറ്റും എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ. അടുത്ത പാലയിൽ വിളിച്ചു. അപ്പോൾ പാലയിലാണെങ്കിൽ ഭയങ്കര ഫീസാണ്. അപ്പോൾ എനിക്ക് ഇനിയും കുറച്ചും കൂടെ പൈസ കൊടുക്കണം. ഓൾറെഡി ഞാനൊരു 5 ലക്ഷം എങ്ങാനും പൊട്ടിച്ചിരിക്കണം ആ +1 +2 മാത്രമായിട്ട് പഠിച്ചിട്ട്. അപ്പോൾ ഇനിയും കുറേ പൈസ കൊടുക്കണ്ടേന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പാലയിൽ വിളിച്ച് നോക്കിയപ്പോൾ പാല പറഞ്ഞു ഇത്ര ഫുൾ ഫീസ് അടയ്ക്കണം, എനിക്ക് തോന്നുന്നു 5% എങ്ങാനും ഓഫർ തരാമെന്ന് പറഞ്ഞു. പിന്നെ 5% ഓഫ് ഓക്കെ, അത്ര പൈസ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. ആ സമയത്താണ് ഞാൻ വെറുതെ പത്രത്തിൽ റേസിന് വിളിക്കുന്നത്. ഞാൻ റേസിൽ വിളിച്ച് ചോദിച്ചു, ഹലോ എനിക്ക് ഇത്രയാണ് മാർക്ക്, എനിക്ക് എത്ര % സ്കോളർഷിപ്പ് കിട്ടുമെന്ന് വെച്ചാൽ അപ്പോൾ 454 ആണോ സ്കോർ, എയിംസ് ബാച്ചിലേക്കാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്, ഫ്രീ ആട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഫ്രീയോ, അതിങ്ങനെ ഫ്രീ ആവാന്ന് വെച്ചാൽ അത് 450 എബവ് സ്കോറുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് ഇവിടെ എയിംസ് ബാച്ചിൽ അഡ്മിഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീസ് മാത്രം അടിച്ചാൽ മതി പറഞ്ഞു. എൻ്റെ ഉപ്പനോട് ഞാൻ ഇത് പോയി പറയലും പറഞ്ഞു, വാ വണ്ടി എടുത്ത് പോകാന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ കോഴിക്കോട് റേസിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തു. എൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് റേസിൽ അന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തു. ഓൺലൈൻ പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്തു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഫോൺ വേണമല്ലോ, ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലോ. അപ്പം തന്നെ മൈജിയിൽ കയറിയിട്ട് ഒരു ഫോൺ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പെട്ടെന്നുണ്ടായ തീരുമാനങ്ങളിൽ നിന്നാണ് ബാക്കിയുള്ളത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഞാൻ +2 പോയി ജോയിൻ ചെയ്തതും അങ്ങനെ തന്നെ പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു. ഇതും അങ്ങനെ പെട്ടെന്നുണ്ടായ തീരുമാനം. പക്ഷെ വീണ്ടും റിപ്പീറ്റ് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. എനിക്ക് കുറേ നേരം സ്ക്രീൻ നോക്കി ഇരിക്കാൻ കഴിയില്ല. എനിക്ക് ഒരു സ്ഥലത്ത് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. ഒരാളോട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അതും മൂഞ്ചി എന്ന് പറയാം. കാരണം പഠിച്ചിട്ടില്ല, മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടായില്ല. ഓൺലൈൻ എക്സാം ആവുന്ന സമയത്ത് ഞാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി ചിലപ്പോൾ ആൻസറൊക്കെ എഴുതാറുണ്ടായിരുന്നു. അധികം നേരം ഒന്നും ഇരുന്ന് പഠിക്കൂല, എനിക്ക് കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല. ശരിക്ക് അതും കുറച്ച് പോയി. ലാസ്റ്റ് മന്തായ സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചേ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ബയോളജി നന്നായിട്ട് പഠിച്ചു. അങ്ങനെ 555 ആയിരുന്നു എൻ്റെ റിപ്പീറ്റിൻ്റെ സ്കോർ ഉണ്ടായിരുന്നത്. ഞാൻ മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടാണെന്ന് തന്നെ എനിക്കറിയാം.
അതിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് ശരിക്കും ഒന്നെങ്കിൽ BDSന് പോവാം, അല്ല അഗ്രികൾച്ചർ, ഫോറസ്ട്രി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും പോവാന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയത്ത് തന്നെ എനിക്ക് ടിനിറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വന്നു. മീൻസ് എൻ്റെ ചെവിൻ്റെ ഉള്ളിൽ എനിക്ക് ഹാർട്ട് ബീറ്റ് പോലത്തെ സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടെ എനിക്കുണ്ട്. അതുകൊണ്ടാണ് എക്സാം കൂടെ അങ്ങനെ കൊളായത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ BDSന് പോകണം, ഫോറസ്ട്രിക്ക് പോകണം എന്ന സമയത്ത് പക്ഷെ എനിക്ക് ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്, ഞാൻ അത്രയും ദിവസം വെറുതെ വേസ്റ്റ് ചെയ്തതല്ലേ, എൻ്റെ +1, എൻ്റെ +2, എൻ്റെ റിപ്പീറ്റ്, ഈ 3 വർഷം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്തതല്ലേ എന്ന് തോന്നി. അങ്ങനെ എന്ത് ചെയ്തു, നേരെ വീണ്ടും റേസിലേക്ക് തന്നെ പോയി. റേസിൽ ഞാൻ അങ്ങനെ പോയിട്ട് പറഞ്ഞു എനിക്ക് 555 ആണ് സ്കോർ ഉള്ളത്. അപ്പോൾ അവിടെ ഞങ്ങളെ ഡയറക്ടേഴ്സൊക്കെ ഇരിക്കുന്നു, 2 ഡയറക്ടേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്ടേഴ്സ് പറഞ്ഞു 555 നിനക്ക് എന്താ ഫാൻസി നമ്പറിനോട് മാത്രമാണോ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ പാരൻസ് വന്നിട്ടുണ്ട് കേട്ടോ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒറ്റക്കും ഞാനും എൻ്റെ കസിനെയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പം ഞാനും കസിനും ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇത്ര സ്കോറാണുള്ളത്. അപ്പോൾ പറഞ്ഞു അതിനെന്താ പ്രശ്നം, നീ വീണ്ടും ഹോസ്റ്റലിലേക്ക് വാ, നല്ലോണം ഹോസ്റ്റലിലേക്ക് തന്നെ അഡ്മിഷൻ വെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ആവേശമാക്കാൻ തുടങ്ങി. നീ എന്തായാലും കിട്ടും, അടുത്ത വർഷം നിനക്ക് എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആവേശമാക്കി. അപ്പോൾ എനിക്ക് ഞാനും ഭയങ്കര ആവേശം, ഉറപ്പായിട്ട് എനിക്കും കിട്ടും. അങ്ങനത്തെ രീതിയിൽ ഞാനായിട്ട് എന്ത് ചെയ്തു, അന്ന് തന്നെ അഡ്മിഷൻ എടുത്തു, നല്ലോണം ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുത്തു. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ നല്ലോണം ഹോസ്റ്റലിൽ എത്താൻ പറഞ്ഞു, അവരെല്ലാവരും എത്താൻ പറഞ്ഞു. അവിടേക്ക് പോയി ഹോസ്റ്റൽ അഡ്മിഷൻ എടുത്തു. ആ ഹോസ്റ്റൽ അഡ്മിഷൻ എടുത്തതിന് പിറ്റേന്നാണ് എൻ്റെ Day 1. ശരിക്കും എൻ്റെ ഈ നീറ്റിൻ്റെ ഹോൾ എക്സ്പീരിയൻസിൽ എൻ്റെ Day 1 വരുന്നത്. നല്ലോണം ഹോസ്റ്റലിൽ ഞാൻ എത്തി, ആ ബുക്സൊക്കെ എടുത്തു. ബുക്സിനൊന്നും എനിക്ക് കുറവില്ല, അത്രയും കാലം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അങ്ങനെ അവിടെ എത്തി ആ ബുക്കൊക്കെ എടുത്ത് ആ ടേബിൾ മേൽ ഇരുന്ന സമയത്താണ് ശരിക്കും എൻ്റെ Day 1 തുടങ്ങുന്നത്. ഞാൻ അവിടെ ഇരുന്ന് തീരുമാനിച്ചു ഈ വർഷം ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്തിട്ടേ പോവുള്ളൂ, ഒരു 600+ എന്തായാലും സ്കോർ വാങ്ങിയിട്ട് ഇവിടുന്ന് എണീക്കുള്ളൂ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു, കേരള റാങ്ക് ഫസ്റ്റ് ആയിരുന്നു, റേസിലുണ്ടായിരുന്നു. അപ്പം അവരെ ഫോട്ടോ ഉണ്ടാവും നമ്മുടെ റേസിൻ്റെ ബുക്കിൻ്റെ ബാക്കിൽ. അപ്പം ഞാൻ അതൊക്കെ എടുത്തപ്പോഴും ഭാവിയിൽ എപ്പോഴെങ്കിലും ഞാൻ ഇവിടെ വരും, എപ്പോഴെങ്കിലും അല്ല ഈ വർഷം നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ റാങ്ക് 1 അല്ലെങ്കിലും ഇവിടെ വരും എന്നുള്ള സംഭവം പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. ഒരു 6 മാസം ഞാൻ എന്തായാലും പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും 6 മണിക്കൂർ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാം, 10 മണിക്കൂറൊന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല, പഠിച്ചു, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു 5:30 മുതൽ ഞാൻ എണീറ്റ് പഠിക്കാൻ തുടങ്ങി. എൻ്റെ സ്ലീപ്പ് ഷെഡ്യൂളൊക്കെ മാറ്റി 5:30 മുതൽ ഞാൻ എണീറ്റ് പഠിക്കാൻ തുടങ്ങി. രാത്രി നേരത്തെ 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. ഫ്രണ്ട്സിനോട് നന്നായിട്ട് സംസാരിക്കാറുണ്ട്, സോഷ്യലൈസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉറങ്ങി, കുറേ സാധനങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ വരുമല്ലോ. നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്താണ് നമുക്ക് കുറേ ക്രിയേറ്റിവിറ്റി സാധനങ്ങൾ വരിക. അപ്പോൾ അതൊക്കെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ അടങ്ങിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നന്നായിട്ട് പഠിച്ചു. എല്ലാ എക്സാംസ് അറ്റൻഡ് ചെയ്തു. ലാസ്റ്റ് ആയ സമയത്ത് എൻ്റെ വിസ്റ്റം ടൂത്ത് എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് എനിക്ക് 1 ആഴ്ച ലീവ് എടുക്കേണ്ടി വന്നു. ആ സമയത്ത് എക്സാം മിസ്സായി, വീണ്ടും ട്രാക്കിലേക്ക് കയറാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ പഠിച്ച് പഠിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്യാം, അത് ഇതിൽ പറയാൻ സമയം ഉണ്ടാവും തോന്നില്ല. ആ ടിപ്സും അതിൻ്റെ ഞാൻ എങ്ങനെയൊക്കെയാണ് അത് ഫോളോ ചെയ്തതെന്നൊക്കെ വേറെ തന്നെ പറയാം. അങ്ങനെ കുറേ പഠിച്ച് എക്സാംസ് എഴുതിയിട്ടാണ് ഇപ്പം ആ നീറ്റ് 2022 എനിക്ക് 650 എന്നുള്ളൊരു മാർക്ക് കിട്ടിയത്. 650 മാർക്ക് കിട്ടിയതും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത്രയും കാലം ഞാൻ എഫേർട്ട് ഇട്ടതിന്, അത്രയും കാലം ഞാൻ പഠിച്ചതിന്, ഒരു പക്ഷേ എൻ്റെ ആ +1 മുതലുള്ള ഒരു ജേണി ഒരു പക്ഷേ ആ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടണം എന്നുള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവത്തിലാണ് ഞാൻ ശരിക്കും പഠിച്ച് അവിടെ എത്തിയത്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഡിപ്രഷൻ ആയിട്ടുണ്ട്, കുറേ നേരം പഠിക്കാനിരിക്കാനും പറ്റിയിട്ടില്ല, കുറേ ദിവസം എനിക്ക് സങ്കടമായിട്ട് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അവസാനം ഫൈനലി ആ ഒരു ഗോളിലേക്ക് ഞാൻ എത്തി, ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് എന്നുള്ള ഒരു ഗോളിലേക്ക് ഞാൻ എത്തി. അപ്പോൾ ഓരോരുത്തർക്കും ഇതൊരു ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺ സ്റ്റോറി ഒന്നല്ല, എല്ലാവർക്കും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറീസ് ആയിരിക്കും. ഇതൊരു ആവറേജ് സ്റ്റുഡൻറ്റിന്, ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. സാധാ സ്റ്റുഡൻറ്റ്, മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു സ്റ്റുഡൻറ്റ്. എനിക്കൊരു പക്ഷേ എൻ്റെ ഫാമിലിക്ക് കുറേ പൈസ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ വല്ല ഫോറിൻ MBBSനൊക്കെ പോയേനെ. പക്ഷെ അതും കൊടുക്കാൻ പൈസ ഇല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം അതിനനുസരിച്ച് എനിക്ക് പഠിച്ചേ പറ്റൂ, ഗവൺമെൻറ്റിലേക്ക് കയറിയേ പറ്റൂ എന്നുള്ളൊരു ഗോൾ എന്നെ ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയാണ് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത്. ഒരു പക്ഷെ നിങ്ങൾ കുറേ പേരുടെ സ്റ്റോറീസ് ഇങ്ങനെ ആയിരിക്കും, ഒരു നോർമലായിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും. പക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത് പോലും കുറേ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരൊക്കെ നമ്മളോട് വന്ന് ചോദിക്കില്ലേ, റിപ്പീറ്റ് കഴിഞ്ഞില്ലേ, റിപ്പീറ്റ് ആണോ, ഈ വർഷം കിട്ടിയിട്ടില്ലേ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ അനുഭവപ്പെടുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനലി ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് I feel so proud of myself. ശരിക്ക്
ഞാൻ നേടിയെടുത്തല്ലോ, അല്ലെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യം നേടിയെടുത്തല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആയിഷാസിന്റെ ആ റേസിന്റെ ബുക്ക് 2022 നീറ്റ് കഴിഞ്ഞതിന് ശേഷം എന്റെ ഫ്ലെക്സ് ആ കോഴിക്കോട് ടൗണിന്റെ നടുക്കുള്ള സോളസിന്റെ ബോർഡിൽ എന്റെ ഫ്ലെക്സ് വന്നു. റേസ് കുറേ ബുക്ക്ലെറ്റ്സ് അടിച്ചു, കുറെ ബ്രോഷർ അടിച്ചു, അവരുടെ ഡയറി വരെ അടിച്ചു. അതിലൊക്കെ എന്റെ പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ബുക്ക്ലെറ്റ്സിലും ബ്രോഷേഴ്സിലൊക്കെ എന്റെ പിക്ചർ കാണുന്ന സമയത്ത് എന്നെ അറിയുന്ന ആൾക്കാർ പോലും ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നു അതിന്റെ കൂടെ പഠിച്ച കുട്ടിയാണ്, അല്ല ഇതെന്റെ കസിൻ ആണെന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്തൊക്കെ. കാരണം നമ്മൾ അത്രയും കാലം റേസിലേക്ക് ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ഉള്ള ഒരു കുട്ടിക്ക് പോലും എന്നെ അറിയില്ല, ഒരു മനുഷ്യനെ എനിക്കറിയില്ല, അവിടെ ഉള്ള ടീച്ചേഴ്സിനും പോലും അറിയില്ല. പക്ഷെ അവിടെ ഞാൻ ഇറങ്ങുമ്പോൾ, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനും ഫാക്കൽറ്റീസിനും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനും എന്നെ അറിയായിരുന്നു. നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ കാര്യം ഞാൻ പറയുന്നത്. നമ്മൾ കഷ്ടപ്പെടാതെ റിസ്ക് എടുക്കാതെ എവിടെ എത്തൂല. അപ്പൊ ആ പിക്ചേഴ്സ് കാണുമ്പോഴും ഇവൻ റേസിലായതിനു ശേഷം ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് കയറി, പഠിപ്പിക്കാൻ കയറി, ഇപ്പൊ DNA ലേണിംഗിൽ കയറി. ഇപ്പൊ എന്റെ റേസിലെ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കിയാൽ കാണും, പണ്ടത്തെ കുറെ വീഡിയോസ് കാണും. ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, അതിൽ കുറെ ചെയ്തു. അപ്പൊ നമ്മൾക്ക് ഒരു ഫേസ് നമ്മളെല്ലാവരും കടന്നു പോകുന്നുണ്ടാവും. ഒരു പക്ഷെ നമ്മളൊന്നും ആവാത്തൊരു ഫേസ്, നമുക്ക് ഭയങ്കര വിഷമം വരുന്ന, സങ്കടം വരുന്ന കുറെ ഫേസിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവും. പക്ഷെ ഒരു ദിവസം, ഒരു വൺ ഡേ ദിസ് ഇസ് ഗോണ ചേഞ്ച്. എല്ലാം മാറും. നിങ്ങൾ വിചാരിച്ച സ്ഥലത്തെത്തും. ആ ഒരു രീതിയിലാണ് എനിക്ക് ശരിക്കും എൻ്റെ ഒരു ജേർണിയെ കുറിച്ച് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കുറച്ച് ലോങ് വീഡിയോ ആണെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാർട്ട് എന്തായാലും അടിയിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് ശരിക്കും അപ്പം മനസ്സിലാവും നിങ്ങളെല്ലാവരും ഈ വീഡിയോ എത്രത്തോളം കണ്ടിട്ടുണ്ട് എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ശരിക്കും നിങ്ങളില്ലെങ്കിൽ എൻ്റെ ഈ ചാനലൊന്നും എത്ര എത്തൂല, എത്ര വളരൂല, എനിക്ക് ഉറപ്പാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. കീപ് സപ്പോർട്ടിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും നീറ്റ് റിലേറ്റഡ് ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ മക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ.